റഷ്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് പേടി സ്വപ്നമായ ഒറഷ്നിക് മിസൈൽ ആഗോള പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഭൂമിക്ക് മീതെയുള്ള ലക്ഷ്യകേന്ദ്രങ്ങളെ മാത്രമല്ല, ഭൂഗർഭ ബങ്കറുകളെ പോലും തവിടുപൊടിയാക്കാൻ ശേഷിയുള്ള റഷ്യയുടെ മിസൈൽ സംവിധാനമാണ് ഒറഷ്നിക്. നാറ്റോ സഖ്യകക്ഷികളെ വിറപ്പിക്കുന്ന ഈ മിസൈൽ യുക്രൈൻ യുദ്ധത്തിനിടെയാണ് റഷ്യ പരീക്ഷണാർത്ഥം തൊടുത്തത്. വെറും 3 തവണ മാത്രമാണ് ഈ മിസൈൽ യുദ്ധത്തിനിടെ യുക്രൈനെതിരെ പ്രയോഗിച്ചതെങ്കിലും അത് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക പടർത്തുകയുണ്ടായി. യുക്രൈനെതിരെയാണ് ഈ മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കപ്പെട്ടതെങ്കിലും ആ ആയുധ സംവിധാനം പാശ്ചാത്യ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനും ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. റഷ്യൻ ഭാഷയിൽ ഹെസൽനട്ട് ചെടി എന്നർത്ഥം വരുന്ന ഒറഷ്നിക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിർദ്ദേശപ്രകാരമാണ് വികസിപ്പിച്ചതെന്നാണ് വിവരം. 2023 ജൂലൈയിലാണ് ഈ മധ്യദൂര മിസൈലിന്റെ വികസന പദ്ധതിക്ക് തുടക്കമായത്. പുതുമ കൈവിടും മുമ്പേ തന്നെയാണ് യുക്രൈനെതിരെ 3 തവണ ഈ മിസൈൽ പ്രയോഗിക്കപ്പെട്ടത്. ആദ്യം 2024 നവംബർ 21 യുക്രൈനിലെ ഡിനിപ്രോ മേഖലയിലെ പ്രതിരോധ വ്യവസായ സ്ഥാപനത്തിനെതിരെയാണ് ആക്രമണം നടന്നത്. പിന്നീട് 2026 ജനുവരിയിലും 2026 മെയ് മാസത്തിലും യുക്രൈനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഈ മിസൈൽ റഷ്യ പ്രയോഗിച്ചു. ആദ്യഘട്ടങ്ങളിൽ സ്ഫോടക വസ്തുക്കളില്ലാതെ ഡമ്മി വാർഹെഡുകളോടെയാണ് മിസൈൽ പ്രയോഗിച്ചത്. എന്നാൽ ഏറ്റവും പുതിയ ആക്രമണത്തിൽ യഥാർത്ഥ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പോർമുനകളാണ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. ഇതുണ്ടാക്കിയ നാശനഷ്ടം യുക്രൈനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒറഷ്നിക് ഒരു ഖര ഇന്ധന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ്. വാഹനങ്ങളിൽ സ്ഥാപിക്കാവുന്ന മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് ഇത് വേഗത്തിൽ വിക്ഷേപിക്കാനാകും. ഏകദേശം 800 കിലോഗ്രാം വരെ പെലോഡ് വഹിക്കാൻ കഴിയുന്ന ഈ മിസൈലിന്റെ പ്രഹരശേഷി 3500 മുതൽ 5500 കിലോമീറ്റർ വരെയാണ്. ശബ്ദവേഗത്തിന്റെ 10 മടങ്ങിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന മാക് 10 ഹൈപ്പർസോണിക് വേഗതയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. പ്രതിരോധ റിപ്പോർട്ടുകൾ പറയും പ്രകാരം ഈ മിസൈലിന്റെ പ്രഹരശേഷി ഏകദേശം 3500 കിലോമീറ്റർ മുതൽ 5500 കിലോമീറ്റർ വരെ വരുമെന്നാണ്. അതിനാൽ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും അതിവേഗം ഈ മിസൈലിന് എത്താനാകും. ഈ മിസൈലിന്റെ ഏറ്റവും അപകടകരമായ സവിശേഷത MIRV അഥവാ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ്. ഒരൊറ്റ മിസൈലിൽ ഒന്നിലധികം പോർമുനകൾ വഹിക്കാനുള്ള കഴിവ് ഒറഷ്നിക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിക്ഷേപണത്തിന് ശേഷം അവ വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് വേർപിരിഞ്ഞ് ആക്രമണം നടത്തും. ഒരു മിസൈലിൽ 6 പ്രധാന വാർഹെഡുകളും ഓരോ വാർഹെഡിലും 6 ഉപമുനകളും ഉൾപ്പെടുമ്പോൾ ഒരേ സമയം 36 ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ കഴിയും. ഒറഷ്നിക്കിനെ പ്രതിരോധിക്കുന്നത് അത്യന്തം പ്രയാസകരമാണെന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തേക്ക് ഉയർന്ന് പിന്നീട് അതിവേഗത്തിൽ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ റഡാർ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കൂ. കൂടാതെ പോർമുനകൾ പല ദിശകളിലേക്ക് വേർപിരിയുന്നതിനാൽ പ്രതിരോധ സംവിധാനങ്ങൾ ആശയക്കുഴപ്പത്തിലാകും. അമേരിക്കയുടെ പേട്രിയറ്റ് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ മിസൈലിനെ ഫലപ്രദമായി തടയാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അന്തരീക്ഷത്തിന് പുറത്തുവെച്ച് മിസൈലുകളെ തകർക്കാൻ കഴിയുന്ന അമേരിക്കയുടെ ഈജിസ് SM-3, ഇസ്രയേലിന്റെ ആരോ 3 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ മാത്രമാണ് നിലവിൽ ഒറഷ്നിക്കിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അജയ്യമായ ആയുധമെന്നാണ് റഷ്യ ഈ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും പുതിയ സാങ്കേതിക വിദ്യയല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. പഴയ സോവിയറ്റ് റഷ്യൻ മിസൈൽ സാങ്കേതിക വിദ്യകളെ ആധുനിക രീതിയിൽ സംയോജിപ്പിച്ചാണ് ഒറഷ്നിക് വികസിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒറഷ്നിക്കിന്റെ വികസനം പൂർത്തിയാക്കിയ ആദ്യഘട്ടത്തിൽ റഷ്യയുടെ പക്കൽ വളരെ കുറച്ച് മാത്രമേ അത്തരം മിസൈലുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അടുത്തിടെ റഷ്യ ഇവയുടെ ഉൽപാദന വേഗത വർദ്ധിപ്പിച്ചെന്ന സൂചനയാണ് ലഭിക്കുന്നത്. തന്ത്രപ്രധാന മേഖലകളിൽ ഈ മിസൈൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യൂറോപ്പിലെ പ്രധാന നഗരങ്ങളെ വരെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള ഒറഷ്നിക് യുക്രൈന് പിന്തുണയേകുന്ന നാറ്റോ രാജ്യങ്ങൾക്കും കൂടിയുള്ള റഷ്യയുടെ മുന്നറിയിപ്പ് കൂടിയാണ്. യുദ്ധഭൂമിക്ക് പുറത്തേക്കും ഭീതിയും സമ്മർദ്ദവും വ്യാപിപ്പിക്കാൻ കഴിയുന്ന ആയുധമായി മാറിയിരിക്കുന്ന ഒറഷ്നിക് പാശ്ചാത്യ രാജ്യങ്ങൾക്കെല്ലാം ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.